ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൊക്കോളി ക്യാരറ്റ് തോരനാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഹെൽത്തി റെസിപ്പി നോക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്രൊക്കോളിയും ക്യാരറ്റും നന്നായി കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു പകുതി കഷ്ണം ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങയും കൂടി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രൊക്കോളിയും ക്യാരറ്റും ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അരിയാമെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ ചോപ്പറിൽ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ബ്രൊക്കോളിയും ക്യാരറ്റും ഒരുപോലെ കട്ട് ചെയ്ത് കിട്ടും. ഇത് ഞാൻ ഈ ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രൊക്കോളിയും ക്യാരറ്റും ഇപ്പോൾ ഇത് ഒരുപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ചേർക്കാവുന്നതാണ്. ഇത് മുഴുവൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റും ചേർക്കുന്നവരുണ്ട്. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്യും. അതിനുശേഷം തോരൻ്റെ മിക്സ് ചേർക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ തോരൻ ആയിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് വറുത്തിടുന്നത് നല്ലതാണ്. അത് കുറച്ചും കൂടി മണവും ടേസ്റ്റും കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് ഇതാണ് എളുപ്പം. അപ്പോൾ വറുത്തിട്ടതിന് ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങയും കൂടിയാണ് ആദ്യം ഇടുന്നത്. അതൊന്ന് വഴറ്റിയിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും ക്യാരറ്റും ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും അതിൽ ചേർക്കാവുന്നതാണ്. ഇതിന് പുറമെ എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ മുളക് പൊടി ചേർക്കാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ എരിവ് തന്നെ, പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ഇതിലുണ്ടാവുക. ഇനി ഇതിൽ വേണ്ടുന്നവർക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ബ്രൊക്കോളിയും ക്യാരറ്റും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ബ്രൊക്കോളിയൊക്കെ വീട്ടിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതിലും ധാരാളം മിനറൽസ് ഉണ്ട്, വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധശേഷി വർദ്ധിക്കാൻ ഇത് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഒരു സാധനം നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്ക് കുറച്ച് ചോറിൻ്റെ കൂടെയെല്ലാം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ കഴിക്കും. അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ബ്രൊക്കോളി വേഗം വെന്ത് വരുന്ന സാധനമാണ്. പക്ഷേ ക്യാരറ്റും കൂടി അതുപോലെ വെന്ത് വരാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ വെള്ളം ചേർത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം, വീണ്ടും അടച്ചു വെക്കാം. ഇത് വേഗം വെന്ത് വരും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണ്ടിക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് വേണ്ടിക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിത് കറക്റ്റാണ്. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമാണ് ഞാൻ പറഞ്ഞത്. വേണ്ടിക്കിൽ വറുത്തിടാം. ഈ ടൈം വറുത്തിട്ടാൽ കുറച്ച് അതിൻ്റെ മണം നന്നായി നിൽക്കും. ഞാൻ നേരത്തെ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിവിടെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.